എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള കലാമണ്ഡലത്തെക്കുറിച്ച് PSC ആവർത്തിക്കുന്നതും പുതിയതുമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കേരള കലാമണ്ഡലം നിലയിൽ വന്നത് 1930 നവംബർ 9. കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം, തുള്ളൽ, ചാക്യാർകൂത്ത്, പഞ്ചവാദ്യം തുടങ്ങിയവയുടെ സംരക്ഷണത്തിനും പുരോഗതിക്കും വേണ്ടി നിലയിൽ വന്ന സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി. ആദ്യ ആസ്ഥാനം കുന്നംകുളം, കക്കാട്. കലാമണ്ഡലം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴ. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപക ചെയർമാൻ വള്ളത്തോൾ നാരായണ മേനോൻ. കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് വള്ളത്തോളിനൊപ്പം പ്രവർത്തിച്ച വ്യക്തി മണക്കുളം മുകുന്ദരാജ. കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ്. നിലവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ MV നാരായണൻ. ഗുരുകുല സമ്പ്രദായത്തിലാണ് കലാമണ്ഡലത്തിൽ പഠനം നടക്കുന്നത്. കലാമണ്ഡലത്തിൻ്റെ നടനവേദി അറിയപ്പെടുന്നത് കൂത്തമ്പലം. കലാമണ്ഡലത്തിൻ്റെ ചെയർമാനായ ജ്ഞാനപീഠ ജേതാവ് ONV കുറുപ്പ്. കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കേരള കലാമണ്ഡലത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1955 നെഹ്റു കലാമണ്ഡലം സന്ദർശിച്ചത്. 1962 കലാമണ്ഡലത്തിൻ്റെ പദവി കേരള ആർട്സ് അക്കാദമി എന്നാക്കി ഉയർത്തി. കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം 1957. കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം 2007. UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചത് 2010. വിവിധ കലാരൂപങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കേരള കലാമണ്ഡലം ആരംഭിച്ച പരിപാടി ഗുരുവിനോടൊപ്പം ഒരു ദിവസം. കേരള കലാമണ്ഡലത്തിലെ ആദ്യ നൃത്ത അധ്യാപകൻ RLV രാമകൃഷ്ണൻ. കലയുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.